വാർത്തയിലേക്ക് വിശദമായി. മല കയറിയോ 51 യുവതികൾ. ശബരിമലയിൽ 51 യുവതികൾ കയറിയെന്ന് കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അവ്യക്തത. യുവതികളുടെ പ്രായത്തിലാണ് പൊരുത്തക്കേടുകളുള്ളത്. പലരുടെയും പ്രായം 50-ന് മുകളിലാണ്. പട്ടികയിലുള്ള ചിലരുടെ ബന്ധുക്കൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. हेलो हेलो हाँ जी नमस्कार मैं दिल्ली से कॉल कर रहा हूँ. सर हैव यू एवर विजिटेड सबरीमला? My mother and my sister's son. Sister's son? Yes sir. Was there any women along with any ladies? Yes sir. My mother. Her age is? Sir? Age? 51 completed, 52 running. No 50, no one was there? No sir. My Aadhaar card is 50 completed and doctor certificated to 52 sir. हेलो हेलो हाँ सर नमस्कार. नमस्कार सर சொல்லுங்க சார். நான் டெல்லியில கால் பண்றேன். சொல்லுங்க சார். சார் உங்களுக்கு சபரிமலை போயிருந்தா? ஆமா சபரிமலை போயிருந்தேன் சார். லேடிஸ் யாருமே நீங்க கூட நாங்க கூட்டிட்டு வந்தோம் சார். நாங்க 52 55 வயசுக்காரங்க லேடிஸ் தான் கூட்டிட்டு வந்தோம் சார். அச்சா 50 தாய் யாரும் இல்லையா? ஆமா தாய் தான். சின்னவங்க 50 வயசுக்கு கம்மியா யாரும் இல்லைங்க சார். எத்தனை லேடிஸ்? 50 வயசுக்கு மேலதான் சார் 6 லேடிஸ் கூட்டிட்டு வந்தோம் சார். 50 கம்மி யாருமே இல்லைங்க சார். நாங்களே இங்க கழிச்சு விட்டுருவோம் சார். எங்களை 50 வயசு கம்மியாகிற மாதிரி சொன்னாலும் நாங்களே வேணாம்னு சொல்லிடுறோம் சார். വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, 51ഓളം സ്ത്രീകൾ യുവതികൾ ശബരിമല കയറിയതായി സർക്കാർ അവകാശപ്പെടുന്നു. സത്യവാങ്മൂലത്തിൽ അത് പറയുന്നു. നേരത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ പലരുടെയും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ പലരുടെയും പ്രായം 50-ന് മുകളിലാണ് എന്നുള്ളത്. സർക്കാരിന്റെ റിപ്പോർട്ടിൽ പൂർണ്ണമായും അവ്യക്തതയുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്? അതായത് ഈ 51 പേരുടെ പേരും അവരുടെ വിലാസവും മൊബൈൽ നമ്പറും അടക്കമുള്ള പട്ടികയാണ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ സമർപ്പിക്കാനായി തയ്യാറാക്കിയിരുന്നത്. ആ പട്ടികയിലുള്ള മുഴുവൻ ആൾക്കാരെയും, അത് ഒട്ടുമിക്ക ആൾക്കാരെയും വിളിക്കുമ്പോൾ അവർ ഈ 50 വയസ്സിൽ താഴെയാണ് പ്രായം എന്ന കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണ് ഫോണുകൾ എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ 50 വയസ്സിൽ താഴെയുള്ളവർ പോയിട്ടില്ല, മറിച്ച് അവരുടെ കുടുംബത്തിൽ നിന്നും പോയവർക്കൊക്കെ 50-ന് മുകളിൽ പ്രായമുണ്ടായിരുന്നു എന്നാണ്. അവരും വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്. പലരോടും നമ്മൾ സംസാരിച്ചപ്പോൾ വിശ്വാസികൾ തന്നെയാണ് ഞങ്ങൾ, 50 വയസ്സിന് താഴെയുള്ളവർ അവിടെ പോകാറില്ല എന്ന കാര്യം അറിയാമായിരുന്നു എന്നും പറയുന്നു. ഇതെങ്ങനെയാണ് ഈ ആശയക്കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇനി അറിയേണ്ട കാര്യം. സർക്കാർ DGPയുടെ കുറിപ്പിനൊപ്പം സമർപ്പിക്കാൻ അനുബന്ധമായി തയ്യാറാക്കിയ പട്ടികയാണിത്. ഈ പട്ടികയിൽ ഓരോരുത്തരുടെയും PNR നമ്പറുകൾ, അവർക്ക് സന്ദർശനത്തിന് അനുവദിച്ച സ്ലോട്ട്, അവരുടെ പേര്, അതോടൊപ്പം തന്നെ അവരുടെ വയസ്സ്, വിലാസം, സംസ്ഥാനത്തിന്റെ വിവരങ്ങൾ, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഫോട്ടോ ID തുടങ്ങിയവയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശനത്തിന് ടെർമിനലിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ ഇത്രയും കൃത്യമായി ഇത്ര വയസ്സിൽ 50-ൽ താഴെയുള്ള 51 സ്ത്രീകൾ സന്ദർശിച്ചുവെന്നാണ് ഈ സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങളിലൂടെ പറയുന്നത്. പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളാകട്ടെ 50-ന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ പട്ടിക സംബന്ധിച്ച് തന്നെ വലിയ സംശയങ്ങളാണ് ഉയരുന്നത്. സർക്കാർ ഇതിൽ എന്ത് വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകിയവർ കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ആരോപണവുമായി കോടതിയിൽ തന്നെ വീണ്ടും ഹർജി നൽകാനോ അപേക്ഷ നൽകാനും ഒക്കെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ പട്ടികയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ പട്ടികയിൽ പറയുന്നത് പോലെ കേരളത്തിന് പുറമെ നിന്ന് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗോവ, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് 50 വയസ്സിൽ താഴെയുള്ള യുവതികൾ എത്തിയിട്ടുണ്ടെന്ന വാദം അവരുമായി ബന്ധപ്പെട്ടവർ തന്നെ നിഷേധിക്കുകയാണ്. ശരി, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാരിന്റെ വാദത്തിലാണ് അവ്യക്തത വന്നിരിക്കുന്നത്. ഇതിൽ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ എല്ലാം പ്രായം 50 കഴിഞ്ഞു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ നൽകിയത്. കനകദുർഗയ്ക്കും ബിന്ദുവിനും പോലീസ് സംരക്ഷണം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു പറഞ്ഞു. വിധി സ്ത്രീകളുടെ അന്തസ്സുയർത്തുന്നതാണ്. കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകാം. ഭയം കാരണമാകും പുറത്തു പറയാത്തത്. തന്റെ സാധാരണ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ വേണമെന്നും ബിന്ദു പറഞ്ഞു. സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോട് തന്ത്രി കൂടുതൽ ദിവസം ആവശ്യപ്പെട്ടു. തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് സമയം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാർ പറഞ്ഞു.
മകരവിളക്കുമായി ബന്ധപ്പെട്ട് 20-ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്ത്രി സ്വാഭാവികമായും നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കുന്നു. മകരവിളക്ക് കാലത്ത് മാത്രം ശബരിമല നടവരവിൽ 36.7 കോടി രൂപയുടെ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം ഈ സമയം 99.74 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി ലഭിച്ചത് 63 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ 18 ദിവസത്തെ കണക്കിലാണ് ഈ വലിയ വ്യത്യാസം. മകരവിളക്ക് ദിവസത്തെ വരവിൽ മാത്രം 67 ലക്ഷത്തിന്റെ കുറവാണുണ്ടായത്. വിവാദങ്ങൾ ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയതിനാൽ കരാറിനത്തിൽ കഴിഞ്ഞ തവണ 4.49 കോടി രൂപ ലഭിച്ചിടത്ത് ഈ വർഷം ലഭിച്ചത് 1.25 കോടി രൂപ സംഭാവനയാണ്. സംഭാവന, മാളികപ്പുറത്തെ വരുമാനം, ബുക്ക് സ്റ്റോൾ, പഞ്ചാമൃതം എന്നീ ഇനങ്ങളിൽ മാത്രമാണ് മുൻ വർഷത്തേക്കാൾ നേരിയ വരുമാന വർധനവുണ്ടായത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP സമരം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം BJP ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് സമരം അവസാനിപ്പിക്കാനാണ് നീക്കം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുൻനിര നേതാക്കളില്ലെന്ന വിമർശനങ്ങൾക്കിടെ PK കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയ BJPയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ഉടൻ അവസാനിപ്പിക്കാനാണ് നീക്കം. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചത്. നടയടയ്ക്കുന്നതോടെ ഈ ആവശ്യങ്ങൾ താൽക്കാലികമായെങ്കിലും അപ്രസക്തമായി. സമരം അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് BJP ജില്ലാ ഘടകവും അറിയിച്ചു. ഇതോടെയാണ് ലക്ഷ്യം കാണാതെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. എന്നാൽ സമരത്തിന്റെ അലയൊലികൾ ദേശീയതലത്തിലെത്തിക്കാനായെന്നും വിവേകമുള്ളവർ സമരം പരാജയമെന്ന് പറയില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. സംഘടനാ ദൃഷ്ടിയിൽ, പൊതുജന ദൃഷ്ടിയിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ അളവുകോല് വെച്ച് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ വിജയമാണ്. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. RSSുമായുള്ള അസ്വാരസ്യങ്ങളും തിരിച്ചടിയായി. ശബരിമല കർമ്മസമിതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിയാലോചിച്ചാകും മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് മുൻനിര നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകിയത്. ഭിന്നതകൾ സമരത്തിന്റെ വീര്യം ചോർത്തിയെന്ന വിമർശനങ്ങൾക്കിടെ PK കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചിട്ട് പോലും സമരം വിജയിപ്പിക്കാനായില്ലെന്ന വിമർശനത്തിന് BJP മറുപടി നൽകേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയെ തകർക്കാനാണ് 51 പേരുടെ കള്ളക്കണക്ക് സർക്കാർ കോടതിയിൽ നൽകിയതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP. പുനഃപരിശോധനാ ഹർജിയിൽ അനുകൂല വിധി സമ്പാദിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. നവോത്ഥാനം നടപ്പാക്കിയെന്ന് പ്രഖ്യാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 51 പേരെക്കുറിച്ചുള്ള ആധികാരികമായ രേഖകൾ പുറത്തുവിടണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കോഴിക്കോട് പറഞ്ഞു. ശബരിമലയെ തകർക്കുക, ശബരിമലയുടെ പ്രാധാന്യം കുറയ്ക്കുക, സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന റിവ്യൂ ഹർജിയിൽ വീണ്ടും യുവതി പ്രവേശനത്തിന് അനുകൂലമായ വിധി സമ്പാദിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് പിണറായി വിജയൻ്റെതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിണറായി സർക്കാരിൻ്റേത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സർക്കാർ തന്നെ കളിക്കുന്ന നാടകങ്ങളാണ് ശബരിമലയിൽ നടന്നത്. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ നിലപാടിലുറച്ച് സമരസമിതിയും സർക്കാരും. ഖനനം അവസാനിപ്പിക്കാതെ സമരം നിർത്തില്ലെന്ന് സമരസമിതി. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തെന്നും സമരസമിതിയുടെ നിലപാട് ദൌർഭാഗ്യകരമെന്നും വ്യവസായ മന്ത്രി EP ജയരാജൻ. സമരം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾ തള്ളി സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും സമരക്കാർ നിലപാടെടുക്കുന്നു. ഖനനം നിർത്തിവെക്കാനാകില്ലെന്ന് സർക്കാരും ആവർത്തിക്കുന്നു. ഖനനം നിർത്തിയാൽ IREയുടെയും KMMLന്റെയും പ്രവർത്തനം സ്തംഭിക്കും. സർക്കാരിന് ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു സമവായത്തിനും സർക്കാർ തയ്യാറാകില്ലെന്ന് ഉറപ്പ്. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ സമരം തുടങ്ങുന്നതിന് എന്താണ് അടിസ്ഥാനം? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് സീ വാഷിംഗ് നിർത്തണമെന്നാണ്. ആ സീ വാഷിംഗ് നിർത്തി. സർക്കാർ പിടിവാശി തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിന്റെ അടുത്തപടി ആലോചിക്കാൻ സമരസമിതി ഉടൻ യോഗം ചേരും. സമരസമിതി ആ കാര്യം ഇന്ന് കൂടി ആലോചിക്കും. ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം സമരസമിതി ഇന്ന് കൂടി ആലോചിക്കും. വിഷയം വഷളാക്കിയത് സർക്കാരാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ശക്തി കുറയുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മന്ത്രി EP ജയരാജൻ ആലപ്പാട് സന്ദർശിക്കും. ചർച്ചയ്ക്കുള്ള വാതിലുകൾ സർക്കാർ പൂർണ്ണമായും അടയ്ക്കുന്നുമില്ല.
ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട് ഖനനത്തിൽ സർക്കാർ നിലപാട് ആവർത്തിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സമരം ന്യായമാണെങ്കിലും ഖനനം നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാകില്ലെന്ന് കാനം പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. VSന്റെ അഭിപ്രായം ആ പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായമല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കാനം കോഴിക്കോട് പറഞ്ഞു. എല്ലാ സമരക്കാരുടെ ആവശ്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിക്കണമെന്നുണ്ട്. ജനങ്ങൾക്ക് ഉള്ള ആശങ്ക അകറ്റാൻ അത് പരിശോധിക്കാം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ആ പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായം അല്ല എന്നുള്ളതായിരിക്കും അത് അംഗീകരിക്കാത്തത്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തീരാതെ പള്ളിത്തർക്കം. തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനാൻ മോർ മിലിത്തിയോസിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വൈദികർ ഉൾപ്പെടെ 120ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതേസമയം പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യാക്കോബായ വിഭാഗക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ കലക്ടറുടെ അധ്യക്ഷതയിൽ ഇരു സഭാ നേതൃത്വങ്ങളുമായി ചർച്ച ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയാണ് മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഉൾപ്പെടെ 15 പേർക്ക് പരുക്കേറ്റു. ഗേറ്റ് തകർത്ത് ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് യാക്കോബായ വിഭാഗം ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾക്കു നേരെ യാക്കോബായ വിഭാഗം കല്ലെറിയുകയായിരുന്നുവെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വാദം. അതേസമയം ഓർത്തഡോക്സ് ഭദ്രാസനാധിപനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. വധശ്രമം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൂടാതെ 120 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 11 വൈദികർ ഉൾപ്പെടെ 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ സമ്മതത്തോടുകൂടിയാണ് പള്ളിയിൽ പ്രവേശിച്ചതെന്ന് ഭദ്രാസനാധിപൻ. പോലീസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സൂപ്രണ്ട് പോലീസ് ശ്രീ ഹരീഷ് ചന്ദ്രയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ തടയും, അതനുസരിച്ച് നിങ്ങൾക്ക് കോടതിയിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം എന്നാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയും അവിടെ ഒരു ദിവസം ഇരിക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടായില്ല. സെന്റ് മേരീസ് പള്ളിക്ക് പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന യാക്കോബായ വിഭാഗക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുറിഞ്ഞി പള്ളിത്തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ഉപസമിതിയുണ്ടാക്കിയത് തങ്ങളുടെ അറിവോടെയല്ലെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതിയിൽ. സമവായമല്ല തങ്ങൾക്ക് വേണ്ടത്, വിധി നടപ്പാക്കി കിട്ടുകയാണെന്നും ഓർത്തഡോക്സ് സഭ അറിയിച്ചു. കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഓർത്തഡോക്സ് സഭ നിലപാട് അറിയിച്ചത്. ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി 4 ആഴ്ചത്തേക്ക് മാറ്റി. അവകാശ തർക്കം നിലനിൽക്കുന്ന തൃശൂർ മാന്നാമംഗലം പള്ളിയിൽ നിന്ന് ഇറങ്ങണമെന്ന് യാക്കോബായ ഓർത്തഡോക്സ് സഭാംഗങ്ങളോട് കളക്ടർ ആവശ്യപ്പെട്ടു. 4 മണിക്കൂറിനകം പള്ളിയിൽ നിന്നിറങ്ങണമെന്ന് ഇരുവിഭാഗത്തോടും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇരുവിഭാഗവും ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണോ ഇത്തരത്തിലൊരു കർശന നിർദ്ദേശവുമായി കളക്ടർ രംഗത്തെത്തിയിരിക്കുന്നത്? ദിവ്യ, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചത്. കമ്മീഷണർ യതീഷ് ചന്ദ്രയും ഈ ചർച്ചകൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഓർത്തഡോക്സ് വിഭാഗവുമായും പിന്നീട് യാക്കോബായ വിഭാഗവുമായും കളക്ടർ ചർച്ച നടത്തി. ഈ ഇരു വിഭാഗങ്ങളോടും കളക്ടർ മുന്നോട്ട് വെച്ചത് ഇരു വിഭാഗങ്ങളും പള്ളിയിൽ നിന്ന് ഇറങ്ങട്ടെ എന്നാണ്. ഇതിന് പലതവണ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അതിനുശേഷം കളക്ടർ പറയുകയായിരുന്നു 4 മണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കണം എന്നാണ്. ഇപ്പോൾ 4 മണിയായി കഴിഞ്ഞു. 4 മണിക്കുള്ളിൽ തീരുമാനം ഇവർ ജില്ലാ കളക്ടറെ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും. ജില്ലാ കളക്ടറുടെ തീരുമാനം ഇതാണ്: പള്ളി താൽക്കാലികമായി അടച്ചിടുക, മാത്രവുമല്ല തൽക്കാലത്തേക്ക് യാക്കോബായ സഭാംഗങ്ങളാണ് ഇപ്പോൾ പള്ളിക്കകത്തുള്ളത്, അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങുക എന്നതാണ് താൽക്കാലികമായി താൽക്കാലികമായി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്ന ഒരു നടപടി. തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.